ഹായ് ഫ്രണ്ട്സ്, അഖിലാണ്. അപ്പോൾ അഖിൽ സിഗ്നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറിന്റെ സ്റ്റീരിയോയില് പഴയ സ്റ്റീരിയോയിലൊന്നും പെൻഡ്രൈവിന്റെ ഓപ്ഷൻ ഉണ്ടാവില്ല, പെൻഡ്രൈവ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ സിഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പെൻഡ്രൈവിലാണ് നമ്മൾ മിക്കപ്പോഴും പാട്ട് കയറ്റി CD പ്ലെയറിൽ കണക്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ നമുക്കത് പെൻഡ്രൈവിന്റെ ഓപ്ഷൻ ഇല്ലാത്ത സെറ്റില്, അതായത് സ്റ്റീരിയോയില് നമ്മൾ എങ്ങനെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്റ്റീരിയോയില് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, CD ഇടാനും ഓക്സ് കേബിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റീരിയോയിലാണ് എങ്ങനെയാണ് പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത്. ഞാൻ വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ ആണ്, കെൻവുഡിന്റെ സ്റ്റീരിയോ ആണ്. അതിൽ പെൻഡ്രൈവിന്റെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തായാലും ഇങ്ങനെയുള്ള സ്റ്റീരിയോയിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ സിഗരറ്റ് ലൈറ്റർ കണക്ട് ചെയ്യുന്ന ഒരു ഹോൾ ഉണ്ടാവും, അതുണ്ടായിരിക്കണം. അതിനകത്താണ് നമ്മൾ കാറിന്റെ ചാർജർ എല്ലാം കണക്ട് ചെയ്യുന്നത് ഇതിനകത്താണ്. അപ്പോൾ അതിലൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ആ ഡിവൈസ് വഴിയാണ് പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത്. ആ ഡിവൈസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഡിവൈസ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് നാളായി, പുതിയതല്ല, പഴയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ഈ ഭാഗമാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഹോളിലേക്ക് കയറ്റി വയ്ക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഇത് ഓൺ ആവും. ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ ഉണ്ട്, ചെറിയൊരു ഡിസ്പ്ലേ. അതിനകത്ത് വേറെ ഒന്നും കാണിക്കില്ല. അതിനകത്ത് അത് ട്യൂൺ ചെയ്യുന്ന ഒരു സ്റ്റേഷനുണ്ട്, ആ സ്റ്റേഷന്റെ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു പ്ലേ ബട്ടണ്, പോസ്, അങ്ങനെ ചാനൽ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, നെക്സ്റ്റ്, ബാക്ക്, അങ്ങനെയുള്ള ഒരു സ്വിച്ചും ഉണ്ട്. പിന്നെ ഒരു റിമോട്ട് ഉണ്ടാവും, ചെറിയൊരു റിമോട്ട്. ഇതിന്റെ വില ഒരു 350 രൂപ 400 രൂപയ്ക്ക് അടുപ്പിച്ച് എന്തോ ആവും. അന്ന് ഞാൻ വാങ്ങിയത് 350 എന്തോ ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് ഓൺലൈൻ ഷോപ്പിലും ലഭ്യമാണ്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ളതിൽ ഉണ്ട് ഈ സാധനം. ഇത് പെൻഡ്രൈവ്, അതിന്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയില്ല. ആക്സസറി ഷോപ്പിൽ പോയിട്ട് അഡീഷണൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഇത് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർ ഈ സാധനം തരും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് ഈ ഭാഗം നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഹോളിലേക്ക് കയറ്റി വയ്ക്കുമ്പോഴത്തേന് ഇതിൽ ഡിസ്പ്ലേ ഓൺ ആവും. പക്ഷേ ഇത് എൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല, കുറേ നാളായി, ഒരു 2-3 വർഷമാവും ഇത് വാങ്ങിയിട്ട്. എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേ മാത്രം വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ഇത് വയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഒരു ഫ്രീക്വൻസി, നമ്മൾ FM ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസി പോലെ ഒരു സാധനം, അതിൻ്റെ ഫ്രീക്വൻസി ഇതിനകത്ത് കാണിക്കും. ആ ഫ്രീക്വൻസി നമ്മൾ സ്റ്റീരിയോയ്ക്കകത്ത് FM സെലക്ട് ചെയ്യുക, സോഴ്സ് കൊടുത്ത്, സോഴ്സ് CD, ഓക്സ് വരും, പിന്നെ ട്യൂണർ വരുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് FM ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5, നമുക്ക് സാധാരണയായിട്ട് ഒരു 5 ചാനൽ വരെ കിട്ടാറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രമാണ് ഇത്. ട്രിവാൻഡ്രത്ത് 5 ചാനൽ വരെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് 6ാമത്തെ ചാനലായിട്ട് ഇതിൽ വരുന്ന ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ ഈ ഡിവൈസിന്റെ പുറകിലാണ് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളത്, പെൻഡ്രൈവ് കണക്ട് ചെയ്യേണ്ട പോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പെൻഡ്രൈവ് അല്ലാതെ നമ്മുടെ കയ്യിൽ മെമ്മറി കാർഡാണ് ഉള്ളെങ്കിൽ, നമ്മുടെ ചെറിയ മെമ്മറി കാർഡ് ആയിരിക്കും ഉള്ളത്, അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു മെമ്മറി കാർഡ് അഡാപ്റ്റർ വേണം. അതിനകത്ത് മെമ്മറി കാർഡ് കണക്ട് ചെയ്തിട്ട് ഈ ചെറിയൊരു ഹോൾ ഉണ്ടാവും, മെമ്മറി കാർഡ് കണക്ട് ചെയ്യേണ്ട. അതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് തൽക്കാലം പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പെൻഡ്രൈവിന്റെ പുറകിൽ കണക്ട് ചെയ്യുക. ഇത് ട്യൂൺ ചെയ്യാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ചാൽ, ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേ തെളിയും. അത് ചെറുതായിട്ട് ഒരെണ്ണം തെളിഞ്ഞിട്ടുണ്ട്, ബാക്കി ഡിസ്പ്ലേ പോയി, ഇത് വർക്ക് ചെയ്യുന്നില്ല, ഡിസ്പ്ലേ മാത്രം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്തൊരു ഫ്രീക്വൻസി എഴുതി കാണിക്കും. അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ആ ഫ്രീക്വൻസി മാത്രമാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ആ ചാനൽ നമ്മൾ നമ്മൾ റേഡിയോയുടെ ഓപ്ഷനിൽ ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ചാനലുകളൊക്കെ നമുക്ക് റേഡിയോക്കകത്ത് അറിയാൻ പറ്റും. ഇപ്പം സോഴ്സ് കൊടുത്ത് സോഴ്സിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഓരോ ഓപ്ഷൻ മാറി വരും. ട്യൂണർ വരുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് റേഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റേഡിയോയുടെ ചാനൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാനൽ വന്നിട്ട്
92.7 ബിഗ് FM ആണ്. അങ്ങനെ ഓരോ ചാനലും 5 ചാനൽ വരെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചാനൽ കിട്ടാനായിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. സൗണ്ട് നോക്കാം. ഇത് ആദ്യത്തെ FM കിട്ടുന്ന പാട്ടാണ്. രണ്ടാമത്തേത് നോക്കാം. ഇതും FM സ്റ്റേഷനാണ്. അപ്പോൾ അതും രണ്ടാമത്തേൽ സെറ്റ് ചെയ്യാം. നമുക്ക് അതും കൂടെ സേവ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ആദ്യത്തെ സ്റ്റേഷൻ വന്നതിന് ശേഷം ഈ എത്രാമത്തെ ചാനലാണ് നമുക്കത് വേണ്ടത് ആ നമ്പറിൽ പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നമുക്കത് ഒന്നാമത്തെ ചാനലായിട്ടാണ് അത് വേണ്ടതെങ്കിൽ 1 പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ബീപ്പ് സൗണ്ടോടുകൂടി ആ ചാനൽ നമ്പർ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ അതിൽ സേവ് ആയി. ഇപ്പോൾ അത് 5ാമത്തേലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ 5 പ്രസ് ചെയ്ത് പിടിക്കുക. ആണോ, അപ്പോൾ 1 പകരം 5 സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നാമത്തെ ആയിട്ട് തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അടുത്ത ചാനൽ പോകാനായിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ചിലതിൽ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യണം, ഓരോ ഇതെന്താ പറയുക സ്റ്റേഷൻ മാറാനായിട്ട്. ചില സീരിയൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് വിട്ടാൽ അടുത്ത സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ആവും. മറ്റത് ഓരോ ഫ്രീക്വൻസി നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടിച്ചു കൊടുക്കുക, എന്നാലേ ചില സീരിയലുകൾ വരത്തുള്ളൂ. ഇതിലിപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ 93.45 ആണ് കിട്ടുന്നത്. അല്ല, അതിനു മുമ്പ് അത് തന്നെയാണ്. അപ്പോൾ അത് സേവ് ചെയ്യുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് അടിച്ചു. അത് രണ്ടാമത്തെ ചാനലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അടുത്ത 94.3 ആണ് കിട്ടിയിട്ടുള്ളത്. അത് മൂന്നാമത്തെ ചാനലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അടുത്ത് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അടുത്ത ചാനൽ കിട്ടാനായിട്ട് 96.5 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് സ്റ്റീരിയോയുടെ ചാനലല്ല, നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ ഡിവൈസിന്റെ ചാനലാണ്. പെൻഡ്രൈവിലുള്ള പാട്ടാണ് ഈ കേൾക്കുന്നത്. ഇപ്പം നമുക്കത് ഇപ്പം 4 സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, 5 സ്റ്റേഷൻ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 6ാമത്തെ ചാനലായിട്ട് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ചാനൽ നോക്കാം. ഇടയ്ക്കുള്ളൊരു സ്റ്റേഷൻ മിസ്സായിട്ടുണ്ട്, അത് കിട്ടുന്നില്ല. വീണ്ടും കിട്ടിയിട്ടുണ്ട്. അത് ക്ലിയർ ഇല്ല വലുതായിട്ട്. അത് നമുക്ക് 4ാമത്തെ ചാനലായിട്ട് സേവ് ചെയ്തിട്ടാം. അടുത്ത ചാനൽ നോക്കാനായിട്ട് നമ്മുടെ അനന്തപുരി FM ആണ്. അത് 5ാമത്തെ ചാനലായിട്ട് സേവ് ചെയ്യാം. 5 ചാനലാണ് FM ആയിട്ട് കിട്ടുന്നത്. നമുക്ക് 6ാമത്തത് ഓൾറെഡി സേവ് ചെയ്തത് നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ അതിലുള്ള ഫ്രീക്വൻസിയാണ് സേവ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. നമുക്ക് ആണ്ടോ, ഇത് പെൻഡ്രൈവിന്റെ പാട്ടാണ് ഇത്ര നേരം കേട്ടോണ്ടിരുന്നത്. നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അതിലുള്ള പാട്ടാണ് കേൾക്കുന്നത്. ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ ഈ ഡിവൈസിലും 96.5 എന്ന് കാണിക്കും. അത് ഓരോ ഡിവൈസിൽ ചിലപ്പോൾ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. അതേ ഫ്രീക്വൻസി ഇതിൽ നമ്മൾ ട്യൂൺ ചെയ്ത് അതിൽ സേവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവിങ്സിന്റെ സെറ്റിംഗ്സ് എല്ലാം നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ ഇളക്കി കഴിഞ്ഞാൽ അത് ഇതിന്റെ മെമ്മറിയിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ ബാറ്ററി വീണ്ടും കണക്ട് ചെയ്തിട്ട് അതൊന്നും സേവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഡിവൈസ് ഇപ്പോഴത്തെ വില എത്രയാണെന്ന് അറിയില്ല. ഞാനൊരു 2 വർഷം മുമ്പ് വാങ്ങിച്ചപ്പോൾ 300 രൂപ 350 രൂപയ്ക്ക് എന്തോ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ ആമസോണിലോ ചെറിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ, അത് വാങ്ങേണ്ട ലിങ്കും കൂടെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്ത, കാറിൽ ഓപ്ഷൻ ഇല്ലാത്ത, സ്റ്റീരിയോ ഇല്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഈ ഡിവൈസ് യൂസ് ചെയ്താൽ നമുക്ക് പെൻഡ്രൈവിലെ പാട്ട് നമുക്ക് കാറിൽ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോ വരെ ബൈ.